ഊർജിതമായ തെരച്ചിൽ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെയും ഇന്നുമായി സാധ്യമായ എല്ലാ മാർഗങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ നേരത്തെ ബഹുമാന്യനായ MP സൂചിപ്പിച്ചതുപോലെ 5 സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ 2 സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നു. ലോഹ സാന്നിധ്യം അല്ലെങ്കിൽ ലോറിയുടെ അംശങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ നിലയിൽ ലോറി കിടക്കാൻ സാധ്യതയുള്ള വെള്ളത്തിനടിയിലെ ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടുള്ള ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ദുരന്തം നടന്നിരിക്കുന്ന ഈ കേന്ദ്രത്തിൽ ഞങ്ങളെല്ലാവരും ഉള്ളത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ഈ തെരച്ചിലിന് നേതൃത്വം കൊടുക്കുന്ന മേജർ ജനറൽ ഇന്ദ്രപാൽ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ആധികാരികമായി നമുക്ക് കൂടുതൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തീർച്ചയായും അവിടെ സച്ചിൻ ഇപ്പോൾ കുടുംബം തന്നെ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയോ പരാതി പറയുകയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ നിന്ന് നിരീക്ഷിക്കുമ്പോഴും അവിടുത്തെ റിപ്പോർട്ടർമാരോട് സംസാരിക്കുമ്പോഴും വളരെ കോർഡിനേറ്റഡ് ആയിട്ട് ഈ റെസ്ക്യൂ മിഷൻ നടക്കുന്നുണ്ട്. അവിടുത്തെ ജില്ലാ ഭരണകൂടം, പോലീസ്, അതുപോലെ തന്നെ ഒരു MLA ഊണും ഉറക്കവും ഇല്ലാതെ അതിന് ചുക്കാൻ പിടിക്കുന്നു. ആ നിലയിൽ വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ്, നമുക്ക് റെസ്ക്യൂ എന്ന് തന്നെ ഈ നിമിഷവും പറയാം, അത് നടക്കുന്നുണ്ട് എന്ന് പറയാമല്ലോ അല്ലേ? തീർച്ചയായും നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണല്ലോ ഈ പറഞ്ഞിരിക്കുന്ന നടപടികൾ ഏകോപിപ്പിക്കുക എന്നുള്ളത്. ആ അർത്ഥത്തിൽ കർണാടകയിലാണ് സംഭവം നടന്നിട്ടുള്ളത്. കർണാടക ഗവൺമെൻറ്റും ഈ സംഭവം നടന്ന പ്രദേശത്തെ ജില്ലാ ഭരണകൂടവും ആ കാര്യത്തിൽ വളരെ കൃത്യമായി ഇടപെട്ട് വരുന്നുണ്ട്. അതിൻ്റെ ചില ഫലങ്ങളാണ് നേരത്തെ നമുക്ക് പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അത്തരമൊരു ആക്ഷേപം ഉന്നയിക്കുന്നത് ഔചിത്യമാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റും ജില്ലാ ഭരണകൂടവും സാധ്യമായ വഴികളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക, അതിന് എല്ലാവരും സഹകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇപ്പം ഞാൻ 3 ദിവസങ്ങളിലധികമായി ഇപ്പം ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. നാളെയും ഇവിടെ തന്നെ തുടരുകയാണ്. ബഹുമാന്യനായ MP ഉണ്ട്, മറ്റ് MLA മാരുണ്ട്. ഞങ്ങളെല്ലാം ഇവിടെ കേന്ദ്രീകരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എല്ലാ മേഖലകളെയും സഹകരിപ്പിച്ചുകൊണ്ട് സാധ്യമായ വഴികൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. നേരത്തെ MP സൂചിപ്പിച്ചതുപോലെ അർജുനും അതോടൊപ്പം തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന ചിലരും ഈ അപകടത്തിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ കണ്ടെത്താൻ ആവശ്യമായ ശ്രമകരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് മറ്റേതെങ്കിലും നിലയിലുള്ള ആക്ഷേപങ്ങളോ വാദപ്രതിവാദങ്ങളോ ഈ സന്ദർഭത്തിൽ ഉചിതമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ ഈ ഓപ്പറേഷൻ, നമ്മുടെ ഈ ടാർഗറ്റ്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികളാണ് നമ്മൾ ഓരോ നിമിഷവും തേടിക്കൊണ്ടിരിക്കുന്നത്. അതിന് സാധ്യമായ എല്ലാ മാർഗങ്ങളും നമ്മൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും അങ്ങനെ മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും കർണാടകയിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് സാമാന്യമായി പറയാൻ കഴിയുന്നത്.